Hi all, welcome to the Nattapadra video. I am your Batman agent. വിഷയം മൈത്രയൻ. ചങ്ങായിക്ക് ഒരു റിപ്ലൈ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനെ കുറിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇവൻ പറഞ്ഞ വർത്തമാനമാണ്. പലരും എന്നെ പേഴ്സണലി ഒക്കെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഞാൻ ഉപയോഗിച്ച ലാംഗ്വേജ് ആ റീലിനകത്ത് മോശമാണെന്ന് പറഞ്ഞു. പിന്നെ കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നൊരു കോൺടെസ്റ്റിലല്ല മൈത്രയൻ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞതെന്നുള്ളത്. എനിക്ക് മനസ്സിലായൊരു കോൺടെസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഇവന് പരമപുച്ഛമാണ് എല്ലാവരും. മനസ്സിലായോ? ഈ മൈത്രേയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എല്ലാവരെയും പുച്ഛമാണ്. ഒരു മനുഷ്യനും അവനേക്കാൾ വലുതല്ല, അവനേക്കാൾ അറിവുള്ളവനല്ല എന്നുള്ളൊരു ധാരണയാണ് അവനുള്ളത്. ഈ മൈത്രേയൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം. ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ്? മിസൈൽ മാൻ. നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുകയാണെന്ന് ചെയ്യുന്നത്. പറ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരട്ട പേരാ മിസൈൽ മാൻ. അത്രയും ദ്രോഹമൊന്നും ഒരു കഞ്ചാവ് വലിച്ചവനും ചെയ്തിട്ടില്ല. ദ്രോഹം ചെയ്തത് തന്നെ ഉണ്ടാക്കിയ മുതല യുവർ ഫാദർ. അത്രയും ദ്രോഹമൊന്നും നാടിനോട് ആരും ചെയ്തിട്ടില്ല. ഈ വർത്താനം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്. ഇവിടെ പറയുമ്പോൾ ഒരു മിനിമം ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്, ഇയാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിലെന്തോ ഉണ്ടല്ലോ തോന്നും. ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്ത് ലെവലാണ് എനിക്കുള്ളത്. ഡോക്ടർ APJ അബ്ദുൽ കലാം മഹാനാണോ? മനസ്സിലായോ? മഹാൻ, ലെജൻഡ്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധിനെ വരെ ഒപ്പോസ് ചെയ്ത് ഹെയ്റ്റ് ചെയ്ത് സംസാരിക്കുന്നവരുണ്ട്. ഓക്കെ, ഞാൻ ഇത്ര കാലം ജീവിച്ച എൻ്റെ ജീവിതത്തിനിടയിൽ എവിടെയും ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ഈ മഹാനെ എതിർക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല. മനസ്സിലായോ? പിന്നെ നീ ഇതിവിടെ ഏത് കോൺടെസ്റ്റിൽ സംസാരിച്ചു എന്നൊന്നും എനിക്കറിയണ്ട. ഇത് ഏത് കോൺടെസ്റ്റിലാണെന്നുണ്ടെങ്കിലും ഒരു കഞ്ചാവോളിയെയാണോ, ഒരു കഞ്ചാവ് അടിച്ച് നടക്കുന്നവനെയാണോ താങ്കൾ ഈ പറഞ്ഞ മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയായിട്ട് കമ്പയർ ചെയ്യുന്നത്? അബ്ദുൽ കലാം ചെയ്ത അത്ര വലിയ ഇതൊന്നും ഇവിടുത്തെ ഒരു കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആളും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്താണ് ആ മനുഷ്യൻ ചെയ്തത് ഇന്ത്യക്ക്? എന്തൊക്കെയാണ് ആ മനുഷ്യൻ ചെയ്ത് തന്നത്? ഞെളിഞ്ഞിരുന്നിട്ട് ഈ ഇൻ്റർവ്യൂവിലിരുന്ന് സംസാരിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് വന്നതെന്നറിയോ? ആ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളും ആ മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻസും കാരണമാണ്. മനസ്സിലായോ? ശത്രു രാജ്യത്തിൻ്റെ കണ്ണ് നമ്മുടെ മണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കേട്ടും കണ്ടും പേടിക്കാൻ കാരണം ഈ മനുഷ്യന് കാരണമാണ്. നമ്മളെ ഡിഫൻസ് സിസ്റ്റത്തിന് ഇത്രത്തോളം പവർ നൽകിയത് ഈ മനുഷ്യനാണ്. ഇല്ലെങ്കിൽ ഈ കണ്ട ചൈനയും പാകിസ്ഥാനുമായിട്ട് പല രാജ്യങ്ങളും നമ്മളെ എടുത്തിട്ട് പോയിരുന്നു. ഈ ഒരൊറ്റ പേരാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. നിവർന്നു നിന്ന് സംസാരിക്കാനേ അയാളുടെ കണ്ടുപിടുത്തങ്ങളും അയാളുടെ കോൺട്രിബ്യൂഷൻസുമാണ്. അല്ലാതെ ഈ നാടിനൊരു പൊക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല മൈത്രയൻ എന്താണ് നാടിന് വേണ്ടി ചെയ്തത്? ആ കമ്പാരിസണാണ് എനിക്ക് തീരെ പറ്റാഞ്ഞത്. മൈത്രേൻ്റെ അച്ഛനായിട്ട് കമ്പയർ ചെയ്യുക കഞ്ചാവോളികളെ. മനസ്സിലായോ? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കമ്പയർ ചെയ്യുന്ന നീ ഈ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആൾക്കാരായിട്ടാ. ഞാൻ പറയുമ്പോൾ കേസ് എടുക്കണം ഈ പരനാറിക്കെതിരെ, ഇവൻ്റെ ഈ മറ്റോടത്തെ വർത്താനത്തിന്. അതേടാ, ഇന്ത്യ കണ്ട ദ മോസ്റ്റ് ഫേവറേറ്റ് പ്രസിഡൻ്റാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ആ മനുഷ്യൻ ഇവിടുത്തെ മില്യൺ കണക്കിന് കുട്ടികൾക്ക് കൊടുത്തത് വിഷനാണ്. സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച മനുഷ്യനാ. മനസ്സിലായോ? വിഷൻ വേണം, സ്വപ്നം കാണണം. കുടുംബമാണ് ഏറ്റവും വലുത് എന്ന് ഒരു തലമുറയെ മൊത്തം പറഞ്ഞു പഠിപ്പിച്ചു. കുടുംബമാണ് വലുത്, കുടുംബം നന്നായാൽ നാട് നന്നാവും എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. ആരും നിനക്ക് എന്ത് കുടുംബം? തനിക്ക് എവിടെ കുടുംബവും വേണ്ട, ഒന്നും വേണ്ട, ബന്ധവും വേണ്ട, ഒന്നും വേണ്ട, റെസ്പോൺസിബിലിറ്റിയും വേണ്ട. കണ്ണുൻ്റെ വീട്ടിൽ പോയി താമസിച്ച് അവിടുന്ന് തിന്നും കുടിച്ചും പിന്നെ ലോകത്ത് ഈ പറഞ്ഞ പോലെ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കോൺസെപ്റ്റും കൊണ്ട് നടന്ന് നാട് മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവും മറ്റേ സാധനങ്ങളും ലീഗലാക്കണം എന്ന് പറയുന്ന ചെറ്റത്തരം വിളിച്ചു പറയലല്ല
ഡോക്ടർ APJ അബ്ദുൽ കലാം ലൈഫ് മൊത്തം ചെയ്തത്. കുട്ടികളുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്തു. ഇന്ത്യക്ക് വേണ്ടി മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഇതൊക്കെ ആരോട് പറയാനാണ്? ഈ ചെങ്ങാനോട് പറഞ്ഞ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവൻ്റെ ഫാൻസ് പറയാനുണ്ട്. മൈത്രേയൻ പറയുന്നത് 1000 വർഷം കഴിഞ്ഞാൽ തിരിച്ചറിയും നിങ്ങൾ. 1000 വർഷം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാവും, ഈ ഉണ്ടാവും, നമ്മളെ തലമുറയിൽ ആരുണ്ടാവും? 1000 വർഷം കഴിയുമ്പോൾ മൈത്രേയൻ പോയിട്ട് പോലും കാണില്ല. പക്ഷെ 1000 വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം എന്നുള്ള പേരുണ്ടാവും. മൈത്രേയൻ്റെ മാൻ്റെ പകുതി പോലും കാണില്ല. എന്നിട്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട് ഇവൻ ഈ വൃത്തിയോട് വിളിച്ച് പറയുന്നത്. ഇനി ഇവൻ്റെ കുറേ ചോദ്യങ്ങളുണ്ട്. ഇവൻ ഹാഷ്മീനായിട്ടുള്ള ആ ഒരു കോൺവെർസേഷനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും ബോംബും മിസൈലും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും? കണ്ടുപിടിക്കുന്നത് എന്തിനാ? എന്താണ് ആവശ്യം എന്നൊക്കെ. അതിന് കൃത്യമായ മറുപടി ഇന്ത്യക്ക് വേണ്ടി ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആ മഹാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. You are known to be a deeply spiritual person. Have you ever felt guilty or conflicted about developing nuclear weapons? Why or why not? I realize that for my country's development, peace is essential. Peace comes out of strength. Strength respects the strength. Peace, that is how weaponized missiles were born. So the only strength you need, minimum strength to keep the nation peaceful, and so that you can enter into the necessary developmental missions. That's how I look at it. അത്ര ക്ലിയർ ആയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു. സമാധാനം വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പവർ വേണം. ഈ മൈത്രേയൻ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ, അതിർത്തികൾ പാടില്ല, ശത്രുവായ ആരെയും കാണാൻ പാടില്ല, നെഗോസിയേഷനിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കണം, ട്രേഡ് നടത്തണം ബാക്കിയുള്ളവരായിട്ട്, ആരെയും നമ്മൾ എനിമിയായിട്ട് കാണാൻ പാടില്ല എന്നൊക്കെയാണ് ഇയാളുടെ കോൺസെപ്റ്റ്. തുല്യ ശക്തികൾ വരുമ്പോഴേ അവിടെ സംസാരം വരും. തുല്യ ശക്തികളാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുല്യരാവണം, ശക്തി വേണം നമുക്ക്. അത് ഉണ്ടാക്കി തന്ന ഒരാളാണ് ഈ നാടിനത്. മനസ്സിലായോ? ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ മനുഷ്യൻ താൻ ചിന്തിക്കുന്നതിനും അപ്പുറം ചിന്തിച്ച് ഈ നാടിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി വളർന്ന് അങ്ങനെ ഒരു എൻറ്റയർ ലൈഫ് ഈ നാടിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു മനുഷ്യനാണ്. അല്ലാതെ തന്നെപ്പോലെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഒളിച്ചോടിപ്പോയി ഞാൻ ബന്ധം കട്ട് ചെയ്തു, ഞാൻ മകളെ കട്ട് ചെയ്തു, ഞാൻ ലിങ്ക് ടുഗദറായിരുന്നു ഞാനും ആ സ്ത്രീയും, ഞാൻ അവരെ കട്ട് ചെയ്തു. തനിക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല, തനിക്ക് ലൈഫിനൊരു വിഷൻ ഇല്ല, ഒരു മാങ്ങാത്തൊലിയും എനിക്കില്ല. തനിക്ക് ഇത്രത്തോളം ഇനി മനസ്സിലായി APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ മനുഷ്യനോട് ഇയാൾക്ക് ഇത്രത്തോളം ദേഷ്യം വരാൻ കാരണം എന്താ അറിയോ? ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ മനുഷ്യൻ ലൈഫിൽ കുടുംബത്തിനും അമ്മയ്ക്കും കൊടുത്തൊക്കെ ഒരു സ്ഥാനമുണ്ട്. തനിക്ക് എന്തമ്മ അതെന്ത് കുടുംബം? മറ്റൊരു ചടങ്ങിനിടയിൽ ഒരു കുട്ടി ചോദിച്ചു, കലാം സാർ, ഏത് പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുണ്ട്, താങ്കളുടെ വിജയത്തിന് പിന്നിൽ ഏത് സ്ത്രീയാണുള്ളതെന്ന്. അവിവാഹിതനായിരുന്ന കലാം അതിന് മറുപടി പറഞ്ഞു, അമ്മ, എൻ്റെ അമ്മ. അമ്മ എന്ന പദത്തിനോട് അത്രമാത്രം കൂറും കടപ്പാടും അദ്ദേഹം പുലർത്തിയിരുന്നു. ഓരോ മക്കളോടും അമ്മമാരെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. 2012 ഓഗസ്റ്റിൽ മഹാരാഷ്ട്രയിലെ ഹരാലി ഗ്രാമത്തിലെ സ്കൂൾ സന്ദർശിക്കുന്ന സമയം കലാമിന്റെ സന്തത സഹചാരിയായ ശ്രീജൻ പാൽ സിംഗും ഒപ്പമുണ്ട്. വിദ്യാർത്ഥികളുടെ ഒരു വലിയ സദസ്സിനോട് കലാം സംസാരിക്കുകയാണ്. ഈ സമയം ഏറെ പിന്നിൽ ഒരു സ്ത്രീയെ പോലീസ് തടയുന്നത് ശ്രീജൻ ശ്രദ്ധിച്ചു. കലാമിനെ കാണണമെന്ന് അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ 16 വയസ്സുള്ള മകനുണ്ട്. പോളിയോ ബാധിച്ച അവന് നിൽക്കാൻ കഴിയില്ല. ഇത് കണ്ട് ശ്രീജൻ ആ അമ്മയുടെ അടുത്തേക്കെത്തി. കുട്ടികളുമായുള്ള സംവാദത്തിനു ശേഷം കലാമിനെ കാണാൻ അവസരം ഒരുക്കാമെന്ന് ആ അമ്മയ്ക്ക് ഉറപ്പു നൽകി. ചോദ്യോത്തരവേള കഴിഞ്ഞപ്പോൾ ആ അമ്മയെയും മകനെയും കലാമിന്റെ മുന്നിലേക്ക് എത്തിച്ചു. സ്വപ്നം സഫലമായ സന്തോഷത്തിൽ ആ മകൻ കലാമിനോട് സംസാരിച്ചു. സ്വപ്നം കാണണമെന്ന് താങ്കൾ ആവർത്തിച്ചു പറയുന്നു. എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ചെസ്സ് കളിക്കാറുണ്ട്. എനിക്ക് ഗ്രാൻഡ് മാസ്റ്റർ ആകണം. ഞാൻ കഠിനാധ്വാനം ചെയ്യാറുണ്ട്. അവൻ്റെ വാക്കുകൾ കലാമിനെ സന്തോഷിപ്പിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, സാർ, ഞങ്ങൾക്ക് മറ്റു സഹായങ്ങളൊന്നും വേണ്ട. എൻ്റെ മകൻ പറയാറുണ്ട്, ഒരു വള്ളക്കാരൻ്റെ മകന് പ്രസിഡന്റ് ആകാൻ കഴിയുമെങ്കിൽ ഈ മകന് ഗ്രാൻഡ് മാസ്റ്റർ ആകാനും കഴിയുമെന്ന്. അതുകൊണ്ട് അവനെ അങ്ങൊന്ന് അനുഗ്രഹിച്ചാൽ മാത്രം മതി. കലാം ആ മകന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പറഞ്ഞു, നീ തീർച്ചയായും വിജയിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരണം. ഗ്രാൻഡ് മാസ്റ്റർ ആകുമ്പോൾ നിന്റെ യാത്രയിൽ അമ്മ വഹിച്ച പങ്ക് മറക്കരുത്.
നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചയാളാണ് നിന്റെ അമ്മ. അതുകേട്ട് അമ്മയുടെ കണ്ണുകളും അന്ന് നിറഞ്ഞൊഴുകി. മടക്കയാത്രയിൽ കലാം ശ്രീജനോട് പറഞ്ഞു, ആ അമ്മയുടെ നിശ്ചയദാർഢ്യം മകന്റെ സ്വപ്നങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തി എന്നത് കണ്ടില്ലേ? ആ സ്നേഹമാണ് പ്രായമുള്ള മകന്റെ ഭാരം വഹിക്കുവാൻ തക്ക ശേഷിയും ശക്തിയും അവർക്ക് നൽകുന്നത്. ഓരോ മക്കളും അമ്മയെ സന്തോഷിപ്പിക്കണം. അമ്മ പുഞ്ചിരിക്കുമ്പോൾ കുടുംബം പുഞ്ചിരിക്കുന്നു, കുടുംബങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ രാഷ്ട്രം സന്തോഷിക്കുന്നു. ഇതാണ് മിസ്റ്റർ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഈ ലെജൻഡിനെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യും. ഒരു വാക്ക് പോലും പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തന്നെപ്പോലുള്ള വേട്ടാവളിയന് വായിലെടുത്ത് വെച്ച് പറയാൻ പറ്റിയ പേരല്ല ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. അത് എന്ത് കോൺടെസ്റ്റിലാണെന്നുണ്ടെങ്കിലും താൻ ഈ ലെജൻഡിനെ കമ്പയർ ചെയ്തത് സാധാരണ ഒരു കഞ്ചാവോളിയായിട്ടാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, തന്നെ ഉണ്ടാക്കിയ ആളായിട്ട് താൻ കമ്പയർ ചെയ്തോ? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അല്ല താൻ ഒരു കോൺടെസ്റ്റ് കൊടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് കമ്പയർ ചെയ്യേണ്ടത്. ഒരു മിനിമം ക്വാളിറ്റി വേണ്ടേ ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ? താൻ എന്താണെന്ന് പറയാം. എനിക്ക് ഇപ്പോൾ പലരും ചിലപ്പോൾ തൻ്റെ ഫാൻസ് ചോദിക്കും, നിനക്ക് എന്താ ക്വാളിറ്റി ഉള്ളത്? ഈ പിണുങ്ങാണ്ടി ഒരു കോപ്പും ചെയ്തിട്ടില്ല, ഞാനും ഒരു കോപ്പും ചെയ്തിട്ടില്ല. അതന്നെ ക്വാളിറ്റി. ഇയാൾ എന്ത് ചെയ്തത്? ഇയാൾ ഒരു കോപ്പും ചെയ്തിട്ടില്ല. ഞാൻ വായ്ത്താളം അടിക്കുന്ന പോലെ തന്നെ എല്ലാ ചാനലിലും കയറുന്നു വായ്ത്താളം അടിക്കും. ഗ്രൗണ്ട് വർക്കിൽ ഇയാൾ ചെയ്തു എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? ഒരു കോപ്പും കണ്ടിട്ടില്ല. ഞാൻ ചെയ്തത് നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം രണ്ടാളും ഈക്വലാണ്. പറയുന്നതുകൊണ്ട് ഒരു വിഷയവും ഇല്ല. ഇതൊരുമാതിരി കളിച്ച് APJ അബ്ദുൽ കലാം എന്നുള്ള പേര് പറയാൻ പോലും അർഹതയില്ലാത്തൊരുത്തൻ കയറിയിരുന്ന് പറയുക. അതും വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിമർശനം പരമ പുച്ഛ. മിസൈൽ മാൻ എന്നൊക്കെ പറയുമ്പോൾ പുച്ഛമാണ് ഇവന്. ഇവനൊക്കെയാണല്ലോ ഫാൻസ്. ഇവൻ്റെ ഫാൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കഞ്ചാവും ഡ്രഗും ലീഗലൈസ് ചെയ്യണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ച് ഇതൊക്കെ ഒളിച്ചും പാത്തുമല്ല അല്ലാതെ തന്നെ ഉപയോഗിക്കണം. എന്നിട്ട് ഞാൻ കാർമാതനം കുമ്മാടനം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ കഞ്ചാവോളികൾക്ക് മാത്രമാണ് ഇവൻ ഡെക്കറേറ്റ് ചെയ്ത ദൈവം. അല്ലാതെ എനിക്കൊക്കെ ഇവൻ വെറും എന്താ അറിയോ, നമ്മളെപ്പോലെ ഒരുത്തൻ കുറച്ച് വയസ്സായിട്ടുണ്ട്, എന്തൊക്കെയോ കിറുക്ക് വിളിച്ച് പറയുന്നുണ്ട്. അതിനപ്പുറം ഇല്ല മൈത്രയ്യ. നീ മനസ്സിലായോ? മാസശമ്പളം 1 രൂപ മാത്രം. ഏറ്റവും കൂടുതൽ ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ച രാഷ്ട്രപതി. ഈ പദവിയിലെത്തിയ ഏക അവിവാഹിതൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി. NDAയുടെയും കോൺഗ്രസിന്റെയും പിന്തുണയോടെ രാഷ്ട്രപതി പദവിയിലെത്തിയ അപൂർവത. അന്തർവാഹിനിയിലും യുദ്ധവിമാനത്തിലും യാത്ര ചെയ്ത ആദ്യ രാഷ്ട്രപതി. സുഖോയ് വിമാനത്തിൽ പറന്നതും സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ചതും ചരിത്രം. ശാസ്ത്ര ഭരണ മികവുകൾ കൊണ്ട് മാത്രം അടയാളപ്പെടുത്തിയ കാലമായിരുന്നില്ല കലാമിൻ്റേത്. പദവികളുടെ ഉയരം കൂടുന്തോറും വിനയം കൂടുന്ന പ്രതിഭാസമായിരുന്നു അദ്ദേഹം. അധികാരം കൈയാളുന്നവർക്ക് എക്കാലവും മാതൃകയാക്കാവുന്ന ഉദാഹരണങ്ങൾ അനേകം. 2006 മെയ്യിൽ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ അടുത്ത ബന്ധുക്കൾ തമിഴ്നാട്ടിൽ നിന്നും ഡൽഹി കാണാനെത്തി. 53 പേരുണ്ടായിരുന്നു ആ സംഘത്തിൽ. കലാം പറഞ്ഞേൽപ്പിച്ചത് പ്രകാരം രാഷ്ട്രപതി ഭവൻ ജീവനക്കാർ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവരെ സ്വീകരിച്ചു. തിരികെ പോകുന്നതുവരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തു. ഒരു കാര്യം കൂടി കലാം നിർദ്ദേശിച്ചിരുന്നു. ആ 53 ആളുകൾക്കും വേണ്ടി ചെലവാകുന്ന ഓരോ പൈസയുടെയും കണക്ക് കൃത്യമായി രേഖപ്പെടുത്തണം. യാത്രാ ചെലവ് മാത്രമല്ല, രാഷ്ട്രപതി ഭവനിലെ ഭക്ഷണം, മുറിവാടക എന്നിവയും അതിൽ ഉൾപ്പെടുത്തണം. രാഷ്ട്രപതി ഭവനിലെ ഒരു വാഹനവും അവർക്ക് വേണ്ടി ഉപയോഗിക്കരുതെന്നും കൺട്രോളറോട് കർശനമായി പറഞ്ഞിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ബന്ധുക്കൾ മടങ്ങിപ്പോയപ്പോൾ കലാം 3,54,924 രൂപ സർക്കാരിലേക്ക് അടച്ചു. ഇക്കാര്യം പുറത്തു പറയരുതെന്ന് കർശന നിർദ്ദേശവും നൽകി. അബ്ദുൽ കലാമിന്റെ മരണശേഷമാണ് ഈ വിവരം പുറത്തു വന്നത്. ഒരിക്കൽ വാരണാസിയിലെത്തിയ കലാം തനിക്കായി ഒരുക്കിയ വമ്പൻ കസേരയിൽ ഇരിക്കാൻ വിസമ്മതിച്ചു. വേദിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന കസേര പോലൊന്നും മതി തനിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. സംഘാടകർ സാധാരണ കസേര കൊണ്ടിട്ടപ്പോഴാണ് അദ്ദേഹം ഇരുന്നത്. രാഷ്ട്രപതിയായിരുന്ന കാലത്ത് സുരക്ഷയും പ്രോട്ടോകോളും ഒന്നും നോക്കാതെ കുട്ടികളോടും ചെറുപ്പക്കാരോടും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും കമ്പമില്ലാത്ത കലാമിന്റെ പിറന്നാളുകളും വ്യത്യസ്തമായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഗ്രാമങ്ങളിലാണ് അദ്ദേഹം പിറന്നാളുകൾ ആഘോഷിച്ചത്. കാരണം ആ ഗ്രാമങ്ങളിലേക്ക് രാഷ്ട്രപതി എത്തുന്നു എന്നറിയുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ വൈദ്യുതിയും വെള്ളവും റോഡും ചികിത്സാ സൗകര്യങ്ങളും
വാർത്താവിനിമയ സൗകര്യങ്ങളുമെല്ലാം പറന്നെത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പെട്ടെന്നുള്ള പുരോഗതിക്ക് ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു കലാമിന്റെ സ്നേഹം നിറഞ്ഞ കണ്ടുപിടുത്തം. ഇരിക്കുന്ന കസേരയുടെ വലിപ്പത്തെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എപ്പോഴും ഒരു അധ്യാപകന്റെ സുഹൃത്തിന്റെ മനസ്സായിരുന്നു കലാമിന്. രാഷ്ട്രപതിയായിരിക്കെ അദ്ദേഹത്തിന് ദിനംപ്രതി 400ഓളം ഇമെയിലുകൾ വന്നിരുന്നു. പുലർച്ചെ 2 മണിവരെ ഉറങ്ങാതെയിരുന്നാണ് ഇമെയിലുകൾക്കെല്ലാം മറുപടി അയച്ചിരുന്നതെന്ന് രാഷ്ട്രപതി ഭവൻ ജീവനക്കാർ പറയും. കേട്ടല്ലോ, ഇതായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. എത്ര കാലം കഴിഞ്ഞാലും ഭാരതം, ഇന്ത്യ അതുള്ളിടത്തോളം കാലം ഈ മനുഷ്യൻ്റെ പേരുണ്ടാവും ഈ രാജ്യത്തിൻ്റെ ഒപ്പം. ഇന്നെന്നാരും ഓർക്കാൻ പോകുന്നില്ല. ആൾ ഇൻ്റർവ്യൂവും കൊടുത്തിട്ട് പോണീച്ചിട്ട്.